നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 775 775. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വത്യൈ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണ സ്വാമിനേ നമ. ശ്രീകൃഷ്ണ കഥാമൃതത്തിൽ അവസാനത്തെ ഭാഗം 3 ഭാഗമാക്കിയിട്ടാണ് തിരിച്ചുന്നത്. അപ്പോൾ അതിൽ ഉപാസനാകാന്ഡം അതാണ് അവസാനം. അതിൽ 41-ാമത്തെ സർഗം ബ്രഹ്മചര്യവും ഗാർഹസ്ഥ്യവും. ഇന്നലെ അതാണ് പറയാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ 22-ാമത്തെ ശ്ലോകമാണ് അവസാനം പറഞ്ഞു നിർത്തിയത്. അതെന്തായിരുന്നു? ഗൃഹമോ വനമോ സന്യാസമോ കൈക്കൊള്ളണം ദ്വിജൻ ബ്രാഹ്മണൻ, ഏതാശ്രമവുമില്ലാതെ നടന്നേടായൊരിക്കലും. ആരും ഒന്നിലും ശ്രദ്ധിക്കാണ്ട് നടക്കരുത്, അത് ആപത്തിനെ വരുത്തും. എവിടെയെങ്കിലും ഒന്ന് ബ്രാക്കറ്റിൽ ഉണ്ടാവണം. ഒന്നല്ലെങ്കിൽ ബ്രഹ്മചാരി, അല്ലെങ്കിൽ ഗൃഹസ്ഥൻ, അല്ലെങ്കിൽ വാനപ്രസ്ഥൻ, അല്ലെങ്കിൽ സന്യാസി. ഒന്നും വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത് അപകടം. ഇനി 23-ാമത്തെ ശ്ലോകം നോക്കുക. ഒന്നുകിൽ ഗുരുവിൻ പാദമല്ലെങ്കിൽ വധുവിൻ കരം. മൈ ഗുഡ്നസ്. ഒന്നുമില്ലെങ്കിൽ ഗുരുനാഥൻ്റെ പാദം, അല്ലെങ്കിൽ വധുവിൻ്റെ കരം. അല്ലേ? അപ്പോഴാണല്ലോ ഗൃഹസ്ഥാശ്രമം ഉണ്ടാവുക. ഒന്നുകിൽ ഗുരുവിൻ പാദം, അല്ലെങ്കിൽ വധുവിൻ കരം. പിടിച്ചുകൊള്ളണം മണ്ണിൽ മതിമാൻ മടിയെന്നിയേ. അതിൽ ലജ്ജിക്കേണ്ട ആവശ്യമില്ല. ഭാര്യയുടെ പാണിഗ്രഹണം ചെയ്യാൻ സന്നദ്ധനാകുമ്പോൾ ഈശ്വര വിചാരം ഉണ്ടായാൽ മതി. ഈശ്വരനാൽ എന്താണെന്നാ പറയുക, ഈശ്വരനാൽ അനുഗ്രഹിക്കപ്പെട്ടാൽ ഒന്നിനും പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പറഞ്ഞു, പിടിച്ചുകൊള്ളണം മണ്ണിൽ മതിമാൻ മടിയെന്നിയേ കുലശീലാദിയാർ നീടും. ഈ സ്ത്രീ ആരായിരിക്കണം എന്ന് പറയണ്ടേ? കുലശീലാദിയാർ നീടും. തറവാട്ട് മഹിമ വേണമെന്നാ. എന്താ അങ്ങനെ പറയാൻ? സംസ്കാര സമ്പന്നയായിരിക്കണം, ഇല്ലെങ്കിൽ തെണ്ടി പോവും. അത്രയേ ഉള്ളൂ. ഇപ്പോൾ എത്രയോ 8 മാസം തൊട്ട് സ്പേസിൽ ഇറങ്ങാൻ പറ്റുമോ എന്ന് അറിയാതെ കണ്ടുള്ള നമ്മുടെ ഇന്ത്യൻ വനിത കയ്യിൽ ഭഗവത്ഗീതയും ഗണപതി പപ്പ മോരിയ ഒരു വിഗ്രഹം കയ്യിൽ വെച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. അവിടെയാണ് അകമഴിഞ്ഞ വിശ്വാസത്തിൻ്റെ പ്രമാണം കിടക്കുന്നത്. പ്രശ്നമുണ്ടോ? എന്തെങ്കിലും നമ്മുടെ കയ്യിൽ വേണം. എൻ്റെ കുട്ടിക്ക്, അത് എൻ്റെ മോൾക്ക് ഒരു വാട്ടർ ഫോബിയ. 2005 ബോംബെയിൽ വെള്ളപ്പൊക്കത്തിൽ ഒരു പേടി. അല്ല, അതിന് മുമ്പേ ആണ് തോന്നുന്നു. അതെ, അതിന് ഫർദർ ബാക്ക് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ന്യൂമറോളജി നോക്കിയിട്ട് ലക്ഷണം പറയുന്നൊരു സ്വാമിയുണ്ട് കല്യാണിൽ. അദ്ദേഹം ഇവരുടെ ഡേറ്റ് ഓഫ് ബർത്തൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, നത്തിങ് ടു വറി. ദേവി മാഹാത്മ്യം ഒരു ഗ്രന്ഥം കയ്യിൽ നിന്ന് വെക്കരുത്. ഇത് താൻ വായിച്ചിട്ടില്ലെങ്കിലും അത് പേഴ്സിലോ വാനിറ്റി ബാഗിലോ ഉണ്ടാവട്ടെ. അവളിന്നും അത് ശ്രദ്ധിക്കുന്നുണ്ട്. അതാ പറയാൻ കാരണം. അപ്പോൾ പറയാനൊരാൾ വേണം, പറഞ്ഞത് കേൾക്കാൻ സിൻസിയറായിട്ടുള്ളൊരു സാധകൻ വേണം. ഇല്ലെങ്കിൽ പറഞ്ഞതിന് അർത്ഥമില്ല. അപ്പോൾ ഞാനിവിടെ അത് സ്മരിക്കണം എന്നുണ്ടെങ്കിൽ അത് അവൾക്ക് എത്രത്തോളം ഉപകരിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം. മനസ്സിലായി? ഇപ്പോൾ ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിലും ശരി. അപ്പോൾ കുലശീലാദിയാർ നീടും പ്രായം താഴ്ന്ന സവർണയെ. സ്വന്തം വർണ്ണത്തിലുള്ളത് എന്നർത്ഥം. അവിടെയാണ് ഇതൊക്കെ നമ്മൾ പഠിക്കാത്തത്. നമ്മൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതില്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല.
പ്രായം താഴ്ന്ന സ്ത്രീക്ക് എപ്പോഴും പ്രായം. അപ്പോൾ ചിലവർ പറയും ടെണ്ടുൽക്കർ 7 വയസ്സിന് മീതുള്ളവളെ കല്യാണം. അതിലിപ്പോൾ അത് ഒരാളേ ഉള്ളൂ അങ്ങനെ. ബാക്കി അപ്പോൾ സാമാന്യ കാര്യങ്ങൾ പറയുമ്പോൾ എക്സെപ്ഷണൽ കാര്യങ്ങൾ പറയരുത്, അത് മോശമാണ്. അപ്പോൾ പ്രായം താഴ്ന്ന സവർണയെ ഗൃഹാർത്ഥി വേൽക്കേണം, അതല്ലാതെ ചെയ്വത് അചിന്യമാം. അചിന്യം, ചിന്തിക്കാൻ പറ്റാത്തതാണെന്നർത്ഥം. എന്താ ഒരു ഭാവന! പടത്തിൽ സൂചി കയറ്റുന്ന കൂട്ടത്തിലെ ഉപദേശങ്ങൾ മനസ്സിലാക്കിയാൽ നന്ന്, അത്രയേ ഉള്ളൂ. യാഗം അധ്യയനം പഠിക്കണം. അധ്യയനം ദാനം ദ്വിജർക്കാവാം. യാഗം അധ്യയനം ദാനം ദ്വിജർക്കാവാം, ബ്രാഹ്മണർക്കാവാം. പ്രതിഗ്രഹം അധ്യാപനം യാചനം, ഈ 3 വിപ്രനു മാത്രമാം. അതായത് ദ്വിജൻ എന്ന് പറഞ്ഞാൽ ഉപനയനം കഴിഞ്ഞവൻ, വിപ്രൻ എന്ന് പറഞ്ഞാൽ വേദാധ്യായനം ചെയ്തിട്ടുള്ളവനായിരിക്കണം. അപ്പോൾ വിപ്രനു മാത്രമാം. അപ്പോൾ ഞാനവിടെ എൻ്റെ സ്വതസിദ്ധമായ ക്രിട്ടിസൈസ്, നോട്ട് യോനിജൻ. ശരിയാണ്, ബ്രാഹ്മണ സ്ത്രീ പ്രസവിച്ചവനല്ല വിപ്രൻ എന്ന് പറഞ്ഞത്. വിശേഷണ വേദങ്ങളിൽ എന്താണെന്നാ പറയുക, അഗാധ പാണ്ഡിത്യം ഉണ്ടാകുമ്പോഴാണ് വിപ്രനാവുള്ളൂ. മറ്റേത് ദ്വിജൻ. അപ്പോൾ യാഗം അധ്യയനം ദാനം ദ്വിജർക്കാവാം, പ്രതിഗ്രഹം അധ്യാപൻ. അപ്പോൾ പ്രതിഗ്രഹം, ദക്ഷിണ വാങ്ങാൻ വിപ്രന് അധികാരമുള്ളൂ എന്നാണ്. പൗരാണികൻ ആവാം, അതായത് സപ്താഹ ആചാര്യന്മാർക്ക് ദക്ഷിണ വാങ്ങാം. കാരണം എന്താ, അവർ പഠിച്ചിട്ടാണ്. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ അധ്യാപനം യാചനം, ഈ 3 വിപ്രനു മാത്രമാം. തപസ്സും കീർത്തിയും മറ്റും നശിപ്പിക്കും പ്രതിഗ്രഹം. ഒരാൾ തപസ് ചെയ്തിട്ടുണ്ട്, കീർത്തിമാനാണ്, അതിനെ ദക്ഷിണ വാങ്ങിയാൽ അതൊക്കെ നശിക്കും. എന്താ കാരണം? എപ്പോഴും ഈശ്വരീയത ദാനം ചെയ്യാനേ പാടുള്ളൂ. ഇത് എൻ്റെ ഗുരുനാഥൻ എന്നെ വേണ്ട സമയത്ത് കോഷൻ ചെയ്തു. അവിടെ ചെറുക്ക, നീയെ പ്രൊഫഷണലായിട്ട് പോകണ്ട, ബി അമേച്വർ, പ്രാക്ടിക്കലായിട്ട്. അപ്പോൾ നമ്മുടെ തല ആരുടെയും കക്ഷത്തിൽ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തപസ്സും കീർത്തിയും മറ്റും നശിപ്പിക്കും പ്രതിഗ്രഹം, ആകയാൽ മറ്റു 2 ആൾ താൻ ജീവിക്കും ബ്രാഹ്മണോത്തമൻ. അപ്പോൾ ബ്രാഹ്മണന്മാരിൽ ഉത്തമനാവനായിട്ടവൻ ഇതിലൊന്നും പോവില്ല എന്നർത്ഥം. അതും മധ്യമമെന്നോർപ്പോൻ ഉച്ചവൃത്തിയിൽ വാണിടും. അതും മധ്യമൻ, അതായത് ഉച്ചവൃത്തി എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിൽ പോയിട്ട് ഭിക്ഷാം ദേഹി എന്ന് പറയാം, നാരായണമായി ജപിക്കുക, ഭിക്ഷ ചോദിക്കില്ല. ഭിക്ഷ കൊടുക്കണം എന്നുള്ളവർക്ക് വന്ന് കൊടുക്കാം, അത്രയേ ഉള്ളൂ, കൈ നീട്ടില്ല എന്നർത്ഥം. ഉഞ്ചവൃത്തി, നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ, ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. ഒരു സ്ഥലത്ത് ഒരു 1/2 മിനിറ്റ് നിൽക്കും. ആരും വന്നില്ലെങ്കിൽ അതിനർത്ഥം അവിടുന്ന് ഒന്നും കിട്ടാനില്ല എന്നാ. അടുത്ത വീടിൻ്റെ പുറത്ത് നിൽക്കും, ചോദിക്കില്ല. ഉഞ്ചവൃത്തി, അതാണ് മധ്യമം എന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞു, അതും മധ്യമം എന്നോർപ്പോൻ ഉഞ്ചവൃത്തിയിൽ വാണിടും. വിപ്രോത്തമൻ നയിക്കേണ്ടത് ഈ വിധം ലഘുവൃത്തിയാം. ചെറിയ തോതിലേ പോകാൻ പാടുള്ളൂ, ആഘോഷം ഒന്നും പാടില്ല. അല്ലാതെ പണവും പേരും മറ്റും ആശിച്ചിടായികവൻ. ഹരേന്ന് എഴുതിയിട്ടുണ്ട്. എത്ര ആൾക്ക് ഇതിനെപ്പറ്റി അറിയാം? ഇതറിഞ്ഞ് ഒരാളെ ഡോണ്ട് ബിക്കം എ പ്രൊഫഷണൽ, റിമെയിൻ ആസ് എൻ അമേച്ചർ എന്ന് പറഞ്ഞാൽ എന്തൊരു തൻ്റെ ഇടം വേണം. അതിനേക്കാൾ തൻ്റെ ഇടം അത് കേട്ട് അതേപോലെ ഇരിക്കുന്ന ഒരാൾക്ക് വേണം. എൻ്റെ ഗുരുനാഥൻ്റെ വാക്ക് സുസ്ഥിരമായി ഗോൾഡൻ ലെറ്റേഴ്സിൽ പ്രതിഫലിക്കണമെന്ന് ആഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. അപ്പോൾ പണവും പേരും മറ്റും ആശിച്ചിടായികവൻ. വിപ്രദേഹം വെറും ക്ഷുദ്രകാമങ്ങൾ കല്ലീതോർക്കണം. വിപ്രദേഹം, വിപ്രനായി കഴിഞ്ഞാൽ വേദാന്തങ്ങളൊക്കെ പഠിച്ചാൽ ക്ഷുദ്രകാമങ്ങൾ. എന്താ ക്ഷുദ്രകാമങ്ങൾ?
അവരവരെ കാർന്ന് തിന്നുന്ന തുച്ഛങ്ങളായ ആഗ്രഹാഭിലാഷങ്ങൾ ഉണ്ടാവരുത്. അതാണ് തുച്ഛങ്ങൾ. ഈശ്വരപ്രാപ്തി വേണമെന്ന് വിചാരിക്കാം, അതിനനുസരിച്ച് നമ്മൾ നിൽക്കുന്നു കൊടുക്കും വേണം. അപ്പോൾ വിപ്രദേഹം വെറും ക്ഷുദ്രകാമങ്ങൾക്കല്ല, ഇതോർക്കണം. ഇത് ഞാൻ പറയുന്ന സീരിയസ്നെസ്സിൽ നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ, മൈ ഗുഡ്നസ്, അതൊരു അവസ്ഥയാണ്. മനസ്സിലായില്ലേ? ബ്രഹ്മചര്യാദിയാൽ മോക്ഷം നേടുവാൻ വേണ്ടിയുള്ളതാം. ബ്രഹ്മചര്യായിരിക്കുക, നൈഷ്ഠിക ബ്രഹ്മചാരി ആയിരിക്കുക. എന്താ? മോക്ഷം നേടുവാൻ വേണ്ടിയുള്ളതാം ശീലോഞ്ച വൃത്തി ശീലിച്ചും സ്വധർമ്മം കൈവിടാതെയും. എന്താ സ്വധർമ്മം? ഈശ്വരോപാസന കൈവിടരുത്. അതല്ലേ ഏറ്റവും ശ്രേഷ്ഠവും നമ്മളെ രക്ഷിക്കുന്നതാണത്, ഈശ്വരോപാസന. കളത്രാദിയിൽ അത്യന്ത ശക്തി വിട്ട്, അതിൻ്റെ അർത്ഥം ശരിക്കും അറിയണേ. കളത്രങ്ങളോട് ശക്തി വേണ്ടെന്നല്ല പറഞ്ഞത്. കളത്രാദിയിൽ അത്യന്ത ശക്തി വിട്ട്, ഓക്കെ, ആവറേജ്, ആവശ്യത്തിനാവാം, അനാവശ്യമായിട്ട് ആവരുത്. കളത്രാദിയിൽ അത്യന്ത ശക്തി വിട്ട് നിരന്തരം എന്നെ തന്നെ ഉപാസിച്ചുകൊണ്ട് സന്തുഷ്ടചിത്തനായി എണ്ണധാര പോലെ ഓരോ ശ്വാസനിശ്വാസത്തിലും നാരായണ ജയ നാരായണ ജയ. എന്താ രസം! അതാണ്. എല്ലാ കാര്യങ്ങളും അദ്ദേഹം നോക്കിക്കോളേ, എന്തൊക്കെ വേണോ അതൊക്കെ തരും. അതാണ്. അപ്പോൾ എന്നെ തന്നെ ഉപാസിച്ചുകൊണ്ട് സന്തുഷ്ടചിത്തനായി ഗൃഹത്തിൽ തന്നെ വാണാലും അവനെന്നും കൃതാർത്ഥനാം. ഇത് എത്ര പറഞ്ഞാലും മതിയാവില്ല ഈ രണ്ടുപേര്. ഗൃഹത്തിൽ തന്നെ വാണാലും, എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഗുരുവായൂർ പള്ളിവാട്ടം നടക്കുന്നുണ്ട്. എന്തൊക്കെ വേഷ സംവിധാനങ്ങളാണ്! ഓരോ വേഷത്തിൻ്റെയും പിന്നിൽ ഒരു 20 ആൾക്ക് കൂക്കിയർത്ത് പോവാം. അതാണോ പള്ളിവേട്ട? അല്ല. ക്ഷുദ്രജീവികളെ കൊല്ലാനാണ് ഉദ്ദേശം, അല്ലാണ്ട് ക്ഷുദ്രജീവികളുടെ വേഷം അകത്ത് പ്രദർശനം ചെയ്യലല്ല. എന്തൊക്കെയോ സാമഗ്രികൾ വെച്ചിട്ടാണല്ലോ ഇത് ഉണ്ടാക്കണത്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ക്ഷുദ്രജീവികൾ കാമക്രോധ മത മത്സര ലോഭ ഭയാദികളാണ്. ഗീതയിലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞതും ദുര്യോധനനെ വധിക്കുക എന്നല്ല പറഞ്ഞത്, ദുര്യോധനാദികളെ വധിക്കുമെന്ന് പറഞ്ഞില്ല. നിൻ്റെ ഉള്ളിലുള്ള ഷഡ്വൈരികളെ നീ ഇല്ലായ്മ ചെയ്താൽ മതി, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ ആന്തരിക അർത്ഥം മനസ്സിലാക്കാതെ കണ്ടുള്ള പെരുമാറ്റച്ചട്ടങ്ങൾ സാധാരണക്കാരനെ വഴിതെറ്റിക്കുന്നതാണ്. അതാണ് പ്രമുഷയോ. അപ്പോൾ അതൊന്നുമല്ല, വേറെയും പല കാര്യങ്ങളും പറയാനുണ്ട്. എന്നെ ഒരാൾ നമസ്കരിക്കുകയാണെന്ന് വിചാരിക്കുക, നമസ്കരിക്കാൻ സമ്മതിക്കാറില്ല. പക്ഷെ ഞാൻ കസാലയിലിരിക്കുമ്പോൾ എന്നെ ഒരാൾ നമസ്കരിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ എണീറ്റ് നിൽക്കണം. ആ നമസ്കരിച്ച ആളുടെ ആത്മാവിനോട് എനിക്ക് ബഹുമാനം തോന്നണം. അല്ലാണ്ട് ഒരാംഗ്യം കാണിച്ചു തലയിൽ കൈ വെച്ച് കൈയെടുത്ത് പിന്നെ ആറാം തമ്പുരാനെ പോലെ ഇരിക്കുകയല്ല ചെയ്യുക. വന്ന ആൾ മഹാനാണല്ലോ, മഹാനാണല്ലെങ്കിൽ നമ്മളെ ബഹുമാനിക്കില്ല എന്നുള്ളത് ഉറപ്പല്ലേ. അപ്പോൾ ഒരു വീഡിയോ റീൽസ് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ആശയങ്ങളെ എത്രത്തോളം പൊതുജനങ്ങൾക്ക് മുറിവേൽപ്പിക്കും. ഇതേമാതിരിയുള്ള സാത്വിക സബ്ജക്റ്റുകൾ മനനം ചെയ്ത ഒരാൾക്ക് ചില ഗോഷ്ഠിസ്തരങ്ങൾ ഇഷ്ടാവില്ല. അപ്പോൾ ഈ ചെയ്യുന്നവർക്ക് ആ കഥാപാത്രങ്ങൾക്ക് അറിയണില്ല അവർ ചെയ്യണത് ഗോഷ്ഠിയാണെന്നുള്ളത്. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത്, ആമട്ടഴും തപോ നിഷ്ഠന്മാരിലാവോളം എത്രയും
ഗൃഹത്തിൽ തന്നെ വാണാലും അവൻ എന്നും കൃതാർത്ഥനാം. ആ മട്ടഴും തപോനിഷ്ഠന്മാരിൽ ആവോളം എത്രയും ധനസഹായവും മറ്റും ചെയ്വോരെ പ്രീതിപൂർവകം. നമ്മുടെ നിലനിൽപ്പിന് ആരെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈശ്വരൻ്റെ അനുഗ്രഹമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് പ്രീതിപൂർവകം ഏതേതാപത്തിൽ നിന്നും ഞാൻ കൈപിടിച്ചു കരേറ്റിടും. ഭഗവാൻ പറയാണ്, ഏതേത് ആപത്തിൽ നിന്നും എന്നെ ഞാൻ കരകയറ്റിക്കോളാം എന്ന് ഭഗവാൻ ഒരു വ്രതം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കി നിൽക്കണ്ടേ? ഞാൻ പറയണില്ല, അത് പറഞ്ഞാൽ വളരെ വിഷമം. കാരണം ഈ സഹായം എന്നുള്ളത് കൈ കിട്ടാണ്ട് നമുക്കൊന്നും പറയാൻ പാടില്ല. ചിലപ്പോൾ പ്രതീക്ഷിച്ചത് സംഭവിച്ചു എന്ന് വരില്ല. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? സ്ഥിതപ്രജ്ഞ. നമ്മുടെ പ്രജ്ഞ വിടരുത്. എന്തുകൊണ്ടാണ് ആൾക്കാർ സൂസൈഡ് ചെയ്യണത്? വിവരമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇന്നലെ സംവേർ ഇൻ കൊല്ലം ചെറിയൊരു കുട്ടീനെ എങ്ങനെയോ കൊന്നു. പിന്നെ ഭാര്യയും ഭർത്താവും കൂടി തൂങ്ങി മരിച്ചു. കാരണം എന്താ? ഭർത്താവിൻ്റെ രക്താർബുദം ഉണ്ടെന്ന് സ്ഥിരീകരിച്ചു. കടം ബാക്കി, വാടക വീട്ടിലാണ് താമസം. ഞാൻ ആ ഒരു അവസ്ഥ ആലോചിക്കുകയാണ്. ഞാനിപ്പോൾ ഈ ഏപ്രിൽ മെയ് കഴിഞ്ഞാൽ 74 കാല് വയ്ക്കും. 74 വയസ്സ് 74 ആവാൻ പോവുകയാണ്. ഞാനൊന്ന് തിരിഞ്ഞു നോക്കുകയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല എൻ്റെ കയ്യിൽ കെട്ടിയിരിപ്പ്. പക്ഷേ ഞാൻ ദോംബിവിലിയിൽ ഒരു ഓണർഷിപ്പ് ഫ്ലാറ്റ് വാങ്ങി, 4 കൊല്ലം താമസിച്ചു, വിറ്റു. നാട്ടിൽ സ്ഥലം വാങ്ങി, നാട്ടിൽ വീട് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 24 വർഷമായി. ഇതൊക്കെ എങ്ങനെയാണ് നടന്നത്? ആരാ നടത്തി തന്നത്? എൻ്റെ വരുമാനം എന്താണ്? എൻ്റെ ചിലവ് എന്താണ്? 3 കുടുംബം നോക്കണം. എൻ്റെ കുടുംബം, അമ്മയ്ക്ക് കാശയക്കണം, ഇൻലോസിന് കാശയക്കണം. ഞാൻ ജീവിതത്തിൽ 3 ചെറുതാണെങ്കിലും ബ്രാൻഡ് മീൻസ് പുതിയ കാറേ ഉപയോഗിച്ചുള്ളൂ. ആദ്യം ഒരു ഓമിനി, അത് കഴിഞ്ഞിട്ടൊരു എന്താണെന്നാ പറയുക, മാരുതിയുടെ ഒരു എന്താ പറയുക, അതിന് എസ്റ്റീം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 13 കൊല്ലമായിട്ടൊരു ഓമ്നി 800. വൺ മാൻ ഷോ. എല്ലാ കമ്മിറ്റ്മെൻറ്റുകളും ചെയ്തിട്ടും ഭഗവാൻ എല്ലാത്തിലും മേന്മ നമ്മളെ അനുഭവിപ്പിക്കുകയാണ്. അതാണ് എനിക്ക് ഇവിടെ ഈ സബ്ജക്റ്റിനോടുള്ള താല്പര്യം. എന്താ? ഏതേതാപത്തിൽ നിന്നും ഞാൻ കൈപിടിച്ചു കരേറ്റിടും. അത് അനുഭവിക്കണവനെ അറിയുള്ളൂ. എന്നിട്ടോ, രാജാവ് ആ മട്ടിലുള്ളവരെ രക്ഷിച്ചിടണം എന്നിനി ചൊല്ലേണ്ടതില്ല. അപ്പോൾ രാജാവായാൽ പ്രജകളെ പിഴിയരുത്, പ്രജകളെ നല്ല വഴിക്ക് കൊണ്ട് നടത്തണം. രാജാവ് ആ മട്ടിലുള്ളവരെ രക്ഷിച്ചിടണം എന്നിനി ചൊല്ലേണ്ടതില്ല. അവരെയും അച്ഛൻ മക്കളെ എന്ന പോൽ എന്ത് ചെയ്യണം? ഭഗവാൻ നമ്മളെ രക്ഷിക്കും, രാജാവ് പ്രജകളെ അതേപോലെ രക്ഷിക്കണം. എല്ലാം മറന്ന് ഭഗവാനിൽ അടിയറ വെച്ചവർക്കൊന്നും ഭയപ്പെടേണ്ടതില്ല. ഭയം അടുത്തുകൂടെ പോവില്ല. കാരണം നാരായണ ജയ വിടരുത്. ഗജങ്ങളെ ഗജേന്ദ്രൻ പോൽ ഓർത്താൽ ആത്മരക്ഷയാം. ഗജങ്ങളെ ഗജേന്ദ്രൻ പോൽ. ഈ ആനകൾക്ക് ഒരു ലീഡറുണ്ടാവും, എത്ര ചെറിയ സംഘമാണെങ്കിലും ശരി. ഗജങ്ങളെ ഗജേന്ദ്രൻ പോലതോർത്താൽ ആത്മരക്ഷയാം. ഈശ്വരൻ എൻ്റെ വാക്കിന് നിജസ്ഥിതി നൽകി രക്ഷിക്കുന്നവനാണെന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവണം. നമ്മളൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അവർക്ക് വിശ്വസനീയമാവണം, അവർക്ക് അതിനനുസരിച്ചുള്ള ഫലങ്ങൾ ഉണ്ടാവണം. അപ്പോൾ നമ്മൾ കൂടുതൽ ഭഗവാനിൽ അനുരക്തനാവണം. സൽപ്പേര് കളയരുതേ, അങ്ങയുടെ സൽപ്പേര് കളയരുതേ. എന്താ?
രാമകൃഷ്ണ ഗോവിന്ദ രാമകൃഷ്ണ ഗോവിന്ദ എന്ന് നമ്മൾ പാടുമ്പോൾ അതിൽ ആകൃഷ്ടരായവർക്ക് പാഴ്വാക്കുകളായിട്ട് തോന്നരുത്. അതാണ് ഗജങ്ങളെ ഗജേന്ദ്രൻ പോലെ തോർത്താൽ ആത്മരക്ഷയാം. ഓർക്കണം, ഭഗവാനെ ഓർക്കണം. അത്യന്ത സ്നേഹവായ്പോടെ പാലിക്കണം നൃപോത്തമൻ രാജാവ്. അത്യന്തം സ്നേഹവായ്പോടെ, ഭഗവാനും അത്യന്തം സ്നേഹവായ്പോടെ നമ്മളെ താരാട്ടാതെയിരിക്കില്ല. നശിക്കും സ്ഥാനമാനങ്ങൾ ആഗ്രഹിപ്പവൻ ഇത്തരം. ആദ്യം നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഏത് പദവിയും നശിക്കും. നശിക്കും സ്ഥാനമാനങ്ങൾ ആഗ്രഹിപ്പവൻ ഇത്തരം ധർമ്മത്തിലെത്രയും വാഞ്ചയാർന്നാൽ എത്ര കൃതാർത്ഥനാം. അതായത് അവരവർക്ക് അർഹിക്കാത്ത പദവികൾ കിട്ടണമെന്ന് വാശി പിടിക്കരുത്. കാരണം ആ പദവികൾ കൊണ്ടു നടത്താൻ നമുക്ക് പ്രാപ്തി ഇല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ അവഹേളിക്കപ്പെടും. അപ്പോൾ ആവിധം പുണ്യശീലത്താൽ തന്നെ രക്ഷിതനാമവൻ. അപ്പോൾ എപ്പോഴും കൃതാർത്ഥനായി എല്ലാവരോടും വിനയാന്വിതനായിട്ട് ജീവിക്കുകയാണെങ്കിൽ ഈശ്വരൻ അവനെ സംരക്ഷിക്കാതെയിരിക്കില്ല എന്നാണ് പറഞ്ഞത്. ആവിധം പുണ്യശീലത്താൽ തന്നെ രക്ഷിതനാമവൻ പാപങ്ങൾ തീർന്ന വിണ്ണിൽ ചെന്ന ഇന്ദ്രനൊപ്പം വിളങ്ങിടും. അതായത് എല്ലാം കൊണ്ടും ശ്രേഷ്ഠത അനുഭവിക്കുന്നു വിചാരിച്ചാൽ മതി. കാരണം നമ്മുടെ ഉദ്ദേശം എന്താ? ഇന്ദ്രപ്രാപ്തിയോ ഇന്ദ്രലോകമോ അല്ല, ദേവലോകമല്ല, വൈകുണ്ഠപ്രാപ്തി ആയിരിക്കണം. പക്ഷെ അതിനായിട്ട് പരിശ്രമിക്കരുത്. കടമകളും കടപ്പാടുകളും നിറവേറ്റിയാൽ തന്നെ നമ്മൾ അവിടേക്ക് എത്തിയായി. പരമശൈലി അങ്ങനെയിരിക്കുന്ന ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം. നാരായണ